തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗിലേക്കാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുമെന്നതാണ് ഏറ്റവും പുതിയ വിവരം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, ഏത് ദിവസം വേണമെങ്കിലും പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നണികളും മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കേരളം ഇതാ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. എത്ര ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക, എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക തുടങ്ങിയ വിശദാംശങ്ങൾ, വിവരങ്ങളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ, നേരത്തേക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 3 ഘട്ടങ്ങളായിട്ടാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അത് എന്നൊക്കെയാണ്, ഏത് ദിവസങ്ങളിലാണ്, എപ്പോഴാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നൊക്കെ അറിയേണ്ടതുണ്ട്. 16-ാം തീയതിക്കുള്ളിൽ പൂർണ്ണമായും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കും എന്ന വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. അതായത് ഇന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയാണ്. അതോടുകൂടി സംസ്ഥാനം വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ ഏതെങ്കിലും ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ അത് ഏത് ദിവസം എന്നത് മാത്രമായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരും. തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ, അതിന്റെ നടപടിക്രമങ്ങൾ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി, അതിന്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ ഇന്ന് ഉച്ചയോടുകൂടി പുറത്തേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 മണിക്കാണ് വാർത്താ സമ്മേളനം. അങ്ങനെ കേരളം കാത്തിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനം വരികയാണ്. ഏത് നിമിഷം ഒരു ഡേറ്റ് അനൗൺസ്മെന്റ് ഉണ്ടാകും എന്ന് പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ കണക്ക് കൂട്ടിയിരുന്നതാണ്. ആ നിലക്കുള്ള ഒരുക്കങ്ങളെല്ലാം മുന്നണികളും പാർട്ടികളും കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നതുമാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴത്തേക്കൊരു ഡേറ്റ് കാണാനാണ് സാധ്യത? ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിലോ? എങ്ങനെയാണ് അതിന്റെ ഒരു സാധ്യത? എങ്ങനെയാണ്? എന്തായാലും 1 മാസമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരും എന്നായിരുന്നു നേരത്തെ സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അവരാവശ്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ ആദ്യ വാരമായിരിക്കും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ 3 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തും എന്ന വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള സൂചനകളായിരുന്നു നേരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി സംസാരിക്കുമ്പോൾ ലഭിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ഏരിയകളിലായി 3 ഘട്ടങ്ങളിലായി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലൊക്കെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിൽ UDF കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം പുറത്തു വന്നാൽ തൊട്ടു പിന്നാലെ തന്നെ CPM-ഉം LDF-ഉം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കാരണം കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. വിജ്ഞാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് തീരുമാനമുള്ളത്. മറ്റിടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടുണ്ട്. കൊച്ചിയിലും തൃശ്ശൂരും ഒക്കെ പലയിടങ്ങളിലായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പല ഗ്രാമപഞ്ചായത്തുകളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് വിജ്ഞാപനം വരും മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളും പാർട്ടികളും ഒക്കെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. അതെന്നാണ് എന്നാണ് അറിയേണ്ടത്. എത്ര ഘട്ടങ്ങളായിട്ടാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നറിയേണ്ടതുണ്ട്. എന്നാണ് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്, എന്നാണ് അത് അവസാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്, വിവരങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുനിൽ, അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ അത് നടത്തരുത് എന്നുള്ളൊരു ആവശ്യമൊക്കെ സംസ്ഥാനം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അതുമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് നടപടികളെല്ലാം പൂർത്തിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളതല്ലേ? ഈ ഒരു ആശങ്ക സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കഴിഞ്ഞ
ഏറെ നാളുകളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ തന്നെ നിലവിൽ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകരുത്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇത് നടത്താൻ പാടുള്ളൂ എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല എല്ലാ ആഴ്ചകളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ കാണുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ എതിർപ്പ് അവഗണിച്ച് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അതിന്റെ പ്രവർത്തനങ്ങളെ ഒന്നും SIR നടപടികൾ ബാധിക്കില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി വരുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും. എത്ര ഘട്ടങ്ങളായിട്ടാണെന്നതാണ് മാത്രമാണ് അറിയേണ്ടത്. അതെന്നാണ് പൂർത്തിയാക്കുക എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഡിസംബർ 16 നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ.